ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളിൽ കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്നു ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്തും പറയും. ഹല്ലേലൂയ. ദൈവിക ബന്ധമില്ലാത്ത പ്രവാചകന്മാരും അവരുടെ ശുശ്രൂഷകളും ഭൂതങ്ങളെ പുറത്താക്കാറുണ്ട്. വ്യാജ ദർശനങ്ങൾ പിശാച് ഇത്തരക്കാർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. ഒരു ഇടയൻ്റെ മകൾ ഒരാളുടെ വീട്ടിൽ വന്ന് ഇടയൻ്റെ ചില വ്യാജമായ ദർശനങ്ങളും പ്രവൃത്തികളെക്കുറിച്ചും പറയുകയുണ്ടായി. ഈ മകളും വ്യക്തിയും കൂടി ഇടയന് എതിരെ പരാതി കൊടുക്കുവാൻ കോടതിയിൽ പോയെന്ന് ദൈവം ഇടയനെ കാണിച്ചു കൊടുത്തുവെന്ന് പറയുകയുണ്ടായി. അപ്പം ദർശനത്തിലൂടെ ഇരുവരെയും ആ മകളുടെ കൂടെ 1-2 പേരോ കൂടെ പോയിരിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇന്ന വ്യക്തിയാണെന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. ദൈവം കാണിച്ചു കൊടുത്തുവെന്ന് പറയുകയാണ്, കട്ടം തറയായിട്ട് പറയുകയാണ്. എന്നാൽ കോടതിയിൽ പോയത് ഇടയൻ്റെ മകളും മറ്റു പലരുമാണ്. ഹല്ലേലൂയ. ഇടയൻ പറയുന്ന ആള് പോയതേ ഇല്ല. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ ദർശനത്തിലൂടെ ഇയാളെ തന്നെ കാണിച്ചു എന്ന് പറയുന്നത്? അപ്പോൾ ഇയാളെ തന്നെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് അത് ദൈവമല്ല, അത് ഭൂതമാണ്, അത് പിശാചാണ് കാണിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയുള്ളവരെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പലരും ഭൂതങ്ങളെ പുറത്താക്കും, വീര്യപ്രവൃത്തികൾ ചെയ്യും, സൗഖ്യമാക്കും, എല്ലാം നടക്കും. ദൈവബന്ധമില്ലാത്ത ശുശ്രൂഷകൻ്റെ പ്രാർത്ഥനയല്ല, യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുടെ വിശ്വാസം മൂലമാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഇടയൻ്റെ പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ. കടന്നു വരുന്ന വിശ്വാസികളുടെ ആ വിശ്വാസം മൂലമാണ് അവർക്ക് ഒരു വിടുതൽ ലഭിക്കുന്നത്. അപ്പം വ്യാജപ്രവാചകന്റെ പ്രാർത്ഥനയല്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് കള്ളപ്രവാചകന്മാരാകുന്ന ചെന്നായ്ക്കളെ കുറിച്ചാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ചെന്നായ്ക്കൾ നടത്തുന്ന സഭയിൽ, കൂട്ടായ്മയിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. കൂടുതലും പണം, വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ, സാധനങ്ങൾ കൈക്കലാക്കും. അപ്പം ഇടയന്മാരെ പോലെ ഭാവിച്ചുകൊണ്ട് ചെന്നായ്ക്കളെ പോലെ പെരുമാറുന്നു. ഹല്ലേലൂയ. അപ്പം ഏലിയാവിനെ പോലെയും സ്നാപക യോഹന്നാനെ പോലെയും ഇത്തരക്കാർ വേഷം കെട്ടും. ഹല്ലേലൂയ. ഒരു ഇടയൻ സ്വന്തം വീടിന്
മുകളിൽ പ്രെയർ ഹാൾ പണിയുവാൻ 12 കിലോമീറ്റർ അകലെയുള്ള ചെറിയ പരിചയം മാത്രമേ ആ അമ്മയ്ക്ക് ഇയാൾക്കുള്ളൂ. ഹല്ലേലൂയ. ആ വീട്ടമ്മയുടെ വീട്ടിൽ ചെന്ന് ആലയം പണിയുവാൻ, പേർഹാള് പണിയുവാൻ പണം ആവശ്യപ്പെടുകയും മാത്രമല്ല, അമ്മയുടെ സഹോദരി ഭർത്താവിനെതിരെ നുണ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അപ്പം നടക്കാത്ത കാര്യങ്ങൾ പണം കിട്ടാൻ വേണ്ടി ഹല്ലേലൂയ നുണ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. കേട്ട ആ അമ്മയ്ക്ക് ഹല്ലേലൂയ കാര്യം പിടികിട്ടി. ഹല്ലേലൂയ. കാര്യം അമ്മയുടെ ബന്ധുവാണവർ. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ആ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഇയാൾ വ്യാജമായിട്ട് പണം കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ ഹല്ലേലൂയ അസൂയ പോലെ ആക്കിക്കൊണ്ടുവന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ കുത്തിക്കയറ്റുകയാണ്. ഹല്ലേലൂയ. ആ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. പണം കൊടുത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇത്തരം ചെന്നായ്ക്കളെ വീടിന് പുറത്താക്കണം. ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ്റെ ആലയം പണിയുവാൻ ആരും പണം കൊടുക്കരുത്. ഹല്ലേലൂയ. സാത്താൻ്റെ ആലയങ്ങൾ പണിയുവാൻ പലരും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും. പലർക്ക് എതിരെ ഓരോരോ ഹല്ലേലൂയ അപകീർത്തി ഉണ്ടെന്നും പറഞ്ഞ് ഹല്ലേലൂയ അവരെ സുഖിപ്പിച്ച് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഹല്ലേലൂയ ഈ ചെന്നായ്ക്കൾ ഇറങ്ങി നടക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. സാത്താൻ്റെ പരീക്ഷകളെ യേശു തോൽപ്പിച്ചപ്പോൾ സാത്താന് മനുഷ്യൻ്റെ മേലുള്ള അധികാരം ചുരുങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാർ പുറത്താക്കിയത് ശക്തരായ പിശാചുക്കളെ അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താന് കോപം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞ് സാത്താൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ ചെന്ന് ധാരാളം ശക്തി കൂടിയ പിശാചുക്കളെ ഭൂമിയിലേക്ക് അയച്ചു. അത് യേശു കണ്ടത് മിന്നൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ആയിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, സാത്താൻ ഭൂമിയിലെയും ആകാശത്തിലെയും അധികാരിയാണ്. ഹല്ലേലൂയ. എന്നാൽ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും സാത്താൻ്റെ അധികാര തകർച്ച ഹല്ലേലൂയ അത് സംഭവിച്ചതോടുകൂടി സാത്താൻ്റെ ശക്തി ക്ഷയിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് എതിരെ വന്നുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ 81 വയസ്സായ ചർച്ച് ഓഫ് ഇറ്റേണിറ്റി ആത്മാഭിഷേകം ചെന്നായി വീഴാൻ സമയമായി.
കാരണം യഥാർത്ഥ പിശാച് സാത്താൻ ആണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഹല്ലേലൂയ പിശാചിനെ അയക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്, രാവിലെ ബ്രേക്ക്, വൈകുന്നേരം ബ്രേക്ക്, രാത്രി ബ്രേക്ക്. ഹല്ലേലൂയ. ഉറങ്ങുന്ന സമയത്ത് പിശാച് ചായ കുടിക്കുമോ? കുളിക്കാൻ പോവുമോ? ബാത്റൂമിൽ പോവുമോ? പിശാച് രാത്രി ഉറങ്ങുമോ? ഇതെല്ലാം അവൻ്റെ തന്ത്രങ്ങളാണ്. അവൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവൻ ഹല്ലേലൂയ വീഴാറായി ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ചില കള്ള ശുശ്രൂഷകൾക്ക് ഹല്ലേലൂയ ശക്തനായ ഹല്ലേലൂയ എതിർപ്രാർത്ഥനക്കാരന് എതിരെ പോരാടുവാൻ പേടിയാണ്. ഹല്ലേലൂയ. അപ്പം ചില കള്ള ശുശ്രൂഷകർക്ക് ശക്തനായ എതിർപ്രാർത്ഥനക്കാരന്മാർ മാനുഷിക ശക്തികളെ എതിർക്കുവാൻ, അതിനെ പോരാടുവാൻ അവർക്ക് പേടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഈ കള്ള ശുശ്രൂഷകന്മാരുടെ ഹല്ലേലൂയ അടുക്കൽ പോയി ഹല്ലേലൂയ ആ ശത്രുവിനെ ഹല്ലേലൂയ നിങ്ങൾ തകർക്കണം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അയാൾക്ക് പേടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അയാൾക്ക് പേടിയാണ്. ഹല്ലേലൂയ. ആ കള്ള ചെന്നായായ പാസ്റ്ററുടെ ഹല്ലേലൂയ തടി കേടാവും. ഹല്ലേലൂയ. അപ്പം ഇവനേക്കാളും ശക്തി അവനായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവനെതിരെ പോരാടിയാൽ ഈ ശക്തനായ പിശാച് ഹല്ലേലൂയ ഈ ചെന്നായായ പാസ്റ്ററിൻ്റെ ഹല്ലേലൂയ അടിച്ച് മടത്തി കിടത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവൻ പ്രാർത്ഥിക്കത്തില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഇങ്ങനെ ഓതി വിട്ടിട്ട് പൈസ വാങ്ങിച്ച് കളയും. അതാണ് ഈ ചെന്നായി. ഹല്ലേലൂയ. ഈ ചെന്നായിയുടെ സ്വഭാവം. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യങ്ങളിൽ പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ചതച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സാത്താനെ ഹല്ലേലൂയ നമ്മുടെ കാലിൻ്റെ കീഴെ ചതച്ചു കളഞ്ഞാൽ, ദൈവം ചതച്ചു കളഞ്ഞാൽ ഹല്ലേലൂയ ഇതുപോലെയുള്ള എതിർപ്രാർത്ഥനക്കാരന്മാരും ഹല്ലേലൂയ കള്ള ചെന്നായ്ക്കളും ഹല്ലേലൂയ നമ്മളെ പോലെയുള്ളവരുടെ അടുത്തേക്ക് കടന്നു വരത്തില്ല. ശക്തിക്ഷയം സംഭവിച്ച സാത്താൻ്റെ ദൂതന്മാരെ പുറത്താക്കുവാൻ പലർക്കും ഹല്ലേലൂയ പല തരത്തിലും കഴിയും. എന്നാൽ ഹല്ലേലൂയ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ ഇടയാകുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.